ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പെപ്പർ മസാല, ചിക്കൻ പെപ്പർ റോസ്റ്റ് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ, 1 ടീസ്പൂൺ പിന്നെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് 1 ടീസ്പൂൺ വിനാഗിരിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പുരട്ടി ഒരു അരമണിക്കൂറായി പുരട്ടി വെച്ചതാണിത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ വീണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന 2 മീഡിയം തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് 4 മീഡിയം സവോള, ഒരുപാട് വലുതല്ല, 4 മീഡിയം സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റാണ്. ഒരു 4 പച്ചമുളക്, ഒരു 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടാണ് അരച്ച് വെച്ചിരിക്കുന്നത്. ചതച്ചെടുത്ത്, ഒത്തിരി ഫൈനായിട്ട് അരച്ചിട്ടില്ല. പിന്നെ എടുത്തിരിക്കുന്ന കറിവേപ്പില തണ്ടോട് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് വേണം, ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇത് ചൂടാക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒരു മീഡിയം ഫ്രൈ മതിയാവും. അത് നമുക്ക് അങ്ങനെയൊന്ന് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിക്കാം. ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാം ഒന്ന് നമുക്ക് ഇട്ട് കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫ്രൈ ആവട്ടെ. ഞാനിവിടെ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് ആവട്ടെ. ഇതെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. എല്ലാം നമുക്കിനി വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഞാനിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ കളയണ്ട, വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ട് നമുക്ക് എണ്ണയിൽ നമുക്ക് സവാള എല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിൽ കളയാതെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ പെരുംജീരകം പറഞ്ഞില്ലായിരുന്നു, നമുക്കൊരല്പം പെരുംജീരകം ഇതിനകത്തോട്ട് ഇടണം. ഇത് 1 ടീസ്പൂൺ കാണും, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അവിടെ കുറച്ച് കടുക് ഇടുന്നു, നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പിന്നെ കറിവേപ്പില എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് ഇളക്കാം. ഞാനിതിൽ തൈരൊന്നും ചേർത്തിട്ടില്ല, കാരണം നമ്മൾ വിനാഗിരിയിലാണിത് ഇളക്കി വെച്ചിരുന്നത്. പിന്നെ തക്കാളി ഞാൻ 2 എണ്ണം ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ തൈര് ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. മൂത്താലേ ഇതിൻ്റെ പച്ചമണവും പച്ചച്ചവയൊക്കെ മാറത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കുത്തലുണ്ടാവും. നമുക്കിത് നന്നായിട്ടിത് മൂത്തിട്ടുണ്ട്, എല്ലാം കൂടെ ചേർത്ത് ഇളക്കാം. പിന്നീട് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. തക്കാളി മസാലപ്പൊടി മൂത്തതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് മസാലയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 മീഡിയം തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് പെപ്പർ മസാല, പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട് കുറച്ച് കുരുമുളക് കുറച്ച് മുന്നിട്ട് നിൽക്കണം. നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർക്കണമെങ്കിൽ ചേർക്കണം. ഇപ്പോൾ ഇത്ര മതി. ഞാൻ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അത് ചിക്കൻ ഇളക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലേക്സിൽ കുറച്ച് അല്പം ഇടാം. ഇത്ര മാറ്റി വെച്ചിട്ടുണ്ട്. പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരച്ച പേസ്റ്റ്, ഇതിൻ്റെ വെള്ളമാണിത്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ വേണം. വെള്ളം എടുത്തിട്ട് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വയ്ക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. മതിയാവും. ഇനി നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാം. നന്നായിട്ട് പറ്റി വരട്ടെ. ഇടയ്ക്ക് നോക്കണം ഉപ്പുണ്ടോയെന്നോ. ഇപ്പം ഞാൻ അത്ര ഉപ്പേ ചേർത്തിട്ടുള്ളൂ. നോക്കിയിട്ട് നമുക്ക് ഇത് പറ്റിച്ചെടുക്കാം. ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് പറ്റട്ടെ. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇടയിൽ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമായിരുന്നു. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഇതുപോലെ. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടെ ഒരു 5 മിനിറ്റും കൂടി ഇരിക്കട്ടെ. അങ്ങനെ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ പെപ്പർ മസാല, ചിക്കൻ പെപ്പർ മസാല. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.